സുഖത്തിനെ കുറിച്ച് പറഞ്ഞു, ദുഃഖത്തിനെ കുറിച്ച് വിവരിച്ചു. നമ്മളിപ്പോൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നത് സുഖദുഃഖങ്ങളെ കുറിച്ചാണ്. സുഖദുഃഖങ്ങൾ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത് മാത്രമാണ്, ബാഹ്യവൃത്തികളാണ്, പുറമേ നിന്ന് വരുന്നതാണ്. ആന്തരികമായ അവസ്ഥയാണ് ശരിയായ സുഖം. ആന്തരികമായ അവസ്ഥയിൽ ദുഃഖങ്ങളില്ല. അങ്ങനെ സുഖദുഃഖങ്ങൾ ബാഹ്യവൃത്തികളാണ് എന്ന വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. സുഖവും ദുഃഖവും നമ്മുടെ പുറത്ത്, അതായത് നമ്മുടെ ബോധത്തിന്റെ പുറത്ത്, നമ്മൾ ബോധമാണ്. ജനനത്തിന് മുമ്പും ജനിച്ചതിന് ശേഷവും ജീവിക്കുമ്പോഴും ജീവിതത്തിനു ശേഷം മരണസമയത്തും മരിച്ചതിനു ശേഷവും നമ്മൾ ബോധമാണ്. നമ്മൾ അഖണ്ഡ ബോധമാണ്. ഒരിക്കലും ഈ ബോധത്തിന് സ്റ്റോപ്പില്ല, ഇടയ്ക്ക് നിൽക്കില്ല. പരമബോധത്തിൽ നിന്നും ഉത്ഭവിച്ച ബോധങ്ങളാണ് നമ്മൾ ഓരോ മനുഷ്യരും. ആ ബോധം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുകയുമില്ല. നമ്മൾ ജീവിക്കുമ്പോൾ ഒരു നിമിഷം പോലും നമുക്ക് ബോധം നഷ്ടപ്പെടില്ല. നമുക്ക് ബോധം നഷ്ടപ്പെടുന്നത് ബാഹ്യബോധമാണ്. അത് ഉറങ്ങുമ്പോൾ നമ്മൾ ബോധമില്ലാതെ ഉറങ്ങുന്നു എന്ന് പറയുന്നു. നമ്മളെ ഏതെങ്കിലും കാരണവശാൽ ആശുപത്രിയിലോ മറ്റോ വെച്ച് നമ്മൾ അനസ്തേഷ്യയ്ക്ക് മയക്കുമരുന്ന് തന്ന് നമുക്ക് നമ്മുടെ ബോധം ഇല്ലാതാകുമ്പോഴും നമുക്ക് ബോധമില്ലെന്ന് പറയുന്നു. പക്ഷെ ആ ബോധവും ബാഹ്യബോധമാണ്. അപ്പോഴെല്ലാം നമ്മുടെ ആന്തരിക ബോധം അതേപടി നിലവിലുണ്ടാവും. അത് ഉറങ്ങുമ്പോൾ, സ്വപ്നം കാണുമ്പോൾ, ഉണർന്നിരിക്കുമ്പോൾ, സുഷുപ്തിയിൽ, സ്വപ്നം ഇല്ലാത്ത ഉറക്കാവസ്ഥയിൽ ഒരിക്കലും നമ്മളുടെ ബോധത്തിന് ഇടയ്ക്കൊരു ബ്രേക്ക് ഉണ്ടാവില്ല. ആ ബോധത്തിന്റെ പുറത്ത് മാത്രമേ, ആന്തരികമായ നമ്മുടെ ബോധത്തിന്റെ പുറത്ത് മാത്രമേ സുഖദുഃഖങ്ങൾ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ ശരീരത്തിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അത് കഴിഞ്ഞ് മനസ്സിനെ, അല്ലെങ്കിൽ മനസ്സിനെയും ശരീരത്തിനെയും. നമ്മുടെ സുഖങ്ങളെല്ലാം ബാഹ്യമാണ്, നമ്മുടെ ദുഃഖങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാം ബാഹ്യമാണ്. പലതവണ നമ്മൾ പറഞ്ഞതാണ്, സുഖം മാത്രമായിട്ടൊരവസ്ഥ നമുക്കില്ല. സുഖവും ദുഃഖവും എപ്പോഴും ഒരുമിച്ചാണ് നിൽക്കാറ്, ഒരേ അളവിലാണ്. എത്രമാത്രം സുഖം ഉണ്ടോ അത്രയോ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലോ ദുഃഖം നമ്മെ എപ്പോഴും പിന്തുടരുന്നു. നമ്മുടെ ശരീരത്തിനും മനസ്സിനും മാത്രമാണ് സുഖദുഃഖങ്ങൾ ബാധിക്കുക. അത് ബാഹ്യമാണ് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. എളുപ്പമുള്ള കാര്യമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാര്യം അറിയുന്നത് പോലും എളുപ്പമല്ല. ഇങ്ങനെയുള്ള ഒരു കാര്യം ഉൾക്കൊള്ളുന്നത് പോലും എളുപ്പമല്ല. നമ്മൾ സുഖമെന്നും ദുഃഖമെന്നും പറയുന്നത് രണ്ടും ബാഹ്യമായ രണ്ട് വസ്തുക്കളാണെന്നും നമ്മൾ അതിനപ്പുറത്തേക്കുള്ള ബോധമാണെന്നും നമ്മുടെ ബോധത്തിനെ ഇതൊന്നും ഒരിക്കലും ബാധിക്കാറില്ലെന്നും എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കുക. അത്ര മതി. ബാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റമൊന്നും വരുത്തണ്ടാന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, അറിഞ്ഞുകൊണ്ട് ജീവിക്കുക, ബോധപൂർവം ജീവിക്കുക. നമ്മൾ ഇനി 1000 തവണ ഭാവിയിൽ പറയാൻ പോകുന്ന വാക്കാണ് ബോധപൂർവം ജീവിക്കുക, അറിഞ്ഞ് ജീവിക്കുക. എന്തും നമുക്ക് ഈ ഭൂമിയിൽ, സമൂഹത്തിൽ നമുക്ക് അനുഭവിക്കാം, എന്തും ചെയ്യാം, നിയമപരമായിട്ട് എന്തും ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ സ്വയം അറിഞ്ഞുകൊണ്ട് ചെയ്യുക, ബോധത്തോടെ ചെയ്യുക, അവബോധത്തോടെ ചെയ്യുക. ഈ ബോധം നമുക്കുണ്ടായിരിക്കുക. നമ്മുടെ എല്ലാ സുഖങ്ങളും, നമ്മളെ ഓടിപ്പാഞ്ഞു നടക്കുന്ന ജീവിതകാലം മുഴുവൻ നമ്മൾ അന്വേഷിക്കുന്ന സുഖങ്ങൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും മാത്രം ബാധിച്ചു നിൽക്കുന്നു. അതിലപ്പുറത്താണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു ഉദാഹരണം തന്നെ, നമ്മൾ ഉറങ്ങുമ്പോൾ
പ്രത്യേകിച്ച് ശരിയായ ഉറക്ക സമയത്ത് നമുക്ക് സുഖവുമില്ല, ദുഃഖവുമില്ല, പ്രശ്നങ്ങളുമില്ല, നമ്മളുമില്ല. അപ്പോഴും നമ്മൾ വാസ്തവത്തിലുണ്ട്. അതാണ് ഉറങ്ങി എണീക്കുമ്പോൾ നമ്മൾ പറയുന്നു സുഖമായി ഉറങ്ങി, നല്ല ബോധമുണ്ട്. ഉറങ്ങിയ കാര്യമൊക്കെ നമുക്ക് ബോധം വരും ഉണർന്നതിന് ശേഷം. അങ്ങനെ എപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ബോധം കൊണ്ടാണ്. അതാണ് പരമബോധം, പരമാത്മാവ്, പരബ്രഹ്മം. ആ ബോധത്തിന് പുറത്താണ് നമ്മുടെ ഈ ബാഹ്യമായ, നമ്മുടെ ശാരീരികവും മാനസികവുമായ സുഖദുഃഖങ്ങളെന്ന് അറിഞ്ഞിരിക്കുക. വേറൊന്നും ചെയ്യാനൊന്നുമില്ല, കൂടുതൽ ചെയ്യാൻ പോകാൻ പറ്റില്ല. ഇത് അറിയുമ്പോൾ ക്രമേണ ഈ അറിവ് നമ്മളിൽ വർദ്ധിച്ച് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെതായ മാറ്റങ്ങൾ, അമിതമായ സുഖത്തിന്റെ പിന്നാലെ നമ്മൾ ഓടില്ല. അമിതമായ സുഖ സൗകര്യങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാതിരുന്നാൽ അമിതമായ ദുഃഖങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കും. പക്ഷെ നമ്മളെ എത്ര ഓർമ്മിച്ചാലും ഇങ്ങനെ സുഖദുഃഖങ്ങൾ ബാഹ്യമാണ്, അത് വെറും താൽക്കാലികമാണ്, അത് ക്ഷണികമാണ്, അത് നൈമിഷികമാണ്. സുഖം കുറച്ചു കഴിഞ്ഞിട്ട് തൊട്ട് പിന്നാലെ നമുക്ക് ആ സുഖത്തിനെ മടുക്കും. നമ്മൾ വീണ്ടും അടുത്ത് വേറൊരു സുഖത്തിന്റെ പിന്നാലെ പോകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്ത് നോക്കിയാൽ അറിയാം, എത്രയോ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചു, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്നു, നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ച് എത്രയെല്ലാം നമുക്ക് കിട്ടി, എന്തെല്ലാം കിട്ടി. കിട്ടാത്ത കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മ ഉള്ളത് എന്ന് മാത്രം. പക്ഷെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും. ആ ലഭിച്ചതൊക്കെ നമ്മൾ അപ്പോൾ തന്നെ മറന്നു. അപ്പോഴത്തെ സുഖത്തിന് ഒരു സെക്കൻഡോ, ഒരു ദിവസമോ, ഒരു മണിക്കൂറോ, ഒരാഴ്ചയോ അത് കൊണ്ട് നടക്കും. അതിന്റെ പിന്നാലെ നമ്മൾ അതിനേക്കാൾ ചെറിയ കാര്യത്തിൽ ദുഃഖം അനുഭവിക്കും. അതുകൊണ്ട് നമ്മൾ അത് ഓർക്കുക, സുഖദുഃഖങ്ങൾ ബാഹ്യമാണ്, അത് ശരീരത്തിനും മനസ്സിനും മാത്രമാണ് ബാധകം എന്ന ഈ ബോധം നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മളിൽ നിലനിൽക്കില്ല. എപ്പോഴും നമ്മളത് മറന്നുപോകും. കൂടെ അത് ഓർക്കാൻ ശ്രമിക്കുക. നമ്മളൊരു കാര്യം ആവർത്തിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ക്രമേണ നമ്മൾ പഠിക്കും. ഈശ്വരനാമ ജപം വഴിയും അതേപോലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് വഴി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് വഴി, നമ്മൾ സ്വയം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വഴി നമ്മുടെ മനസ്സിൽ ഇത് പതിയും. മനസ്സിൽ പതിയുമ്പോൾ നമ്മളത് ഓർമ്മയിൽ നിലനിൽക്കും. പക്ഷേ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാലേ അത് പറ്റുള്ളൂ. നമ്മൾ സുഖദുഃഖങ്ങളെ കുറിച്ച് എപ്പോഴും ഈ ഒരു കാര്യം ഓർമ്മ ഉള്ളവരാവുക. വീണ്ടും വീണ്ടും ഓർത്ത് നമ്മൾ പരിശീലിക്കുക. കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഓർത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നോ അതാണ് അത് പഠിക്കുന്നത്. തിരിച്ചാണ് സംഭവിക്കുന്നത്. മനസ്സാണ് നമ്മളെ പരുവാക്കുന്നത്. മനസ്സിനെ കുറിച്ച് നമ്മൾ ധാരാളം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വേറൊരു വിഷയമായിട്ട് ധാരാളം പറയേണ്ടി വരുന്നതാണ് മനസ്സിന്റെ അവസ്ഥ. എപ്പോഴൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ ബോധം ഇല്ലാതെ പോകുന്നുവോ, ശരീരത്തിനെയും മനസ്സിനെയും മാത്രം ബാധിക്കുന്ന ബാഹ്യ കാര്യങ്ങളാണ് സുഖദുഃഖങ്ങൾ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴൊക്കെ മറക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മളെ സുഖം പിടികൂടും, ദുഃഖവും പിടികൂടും. സുഖം വളരെ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ സുഖമെന്ന് പറയുന്നത് പോലും ഒരു സുഖമൊന്നും അല്ല യഥാർത്ഥത്തിൽ. നമ്മൾ ചിന്തിക്കുന്നില്ല. നാട്ടിലെ മുഴുവൻ ആൾക്കാരും സുഖമെന്ന് പറയുന്നു, നമ്മളും എല്ലാവരും സിനിമയ്ക്ക് പോകുന്നു, നമ്മളും പോകുന്നു. 3 മണിക്കൂർ അവിടെ ഇരുന്ന് കുറച്ചു നേരം ചിരിക്കുന്നു, പിന്നെ കരയുന്നു. ആ സമയത്ത് നമ്മൾ അത് ഒരു വലിയ സുഖം, ഒരു താൽക്കാലിക സുഖം തന്നെ ഇല്ലെന്നല്ല, നമ്മളെ മറക്കുന്നു. അതാണ് സംഭവിക്കുന്നത് അവിടെ. നമ്മൾ താൽക്കാലികമായി നമ്മളെ മറക്കുന്നു. നമുക്ക് ഒരേ ഒരു ജോലി സുഖം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മറക്കുക എന്നാണ്. നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട് നമ്മളെ ഓർക്കാനാണ്. ആലോചിച്ച് നോക്കൂ, നമ്മളെ കുറിച്ച് ഓർക്കാൻ നമുക്ക് വലിയ മടിയാണ്. നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏകാന്തതയെ പേടിയാണ്. നമ്മളെ കുറിച്ച് ഓർക്കാൻ നമുക്ക് പേടിയാണ്. അതുകൊണ്ടാണ് നമ്മളെ എപ്പോഴും ഒന്നുകിൽ ഉറങ്ങും, അതല്ലെങ്കിൽ നമ്മൾ ഏതിലെങ്കിലും ഏർപ്പെടും, എന്തിലെങ്കിലും ഏർപ്പെടും. അല്ലാതെ പറ്റില്ല നമുക്ക് അല്ലാതെ സ്വച്ഛമായി, സമാധാനമായി, ശാന്തമായി കുറച്ചു നേരം ഇരിക്കാൻ നമുക്ക് പറ്റില്ല. ഒരു മനുഷ്യനും പറ്റില്ല. വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചില്ലെങ്കിൽ നമ്മൾ എപ്പോഴും സുഖത്തിനെ തേടും. നമ്മളല്ല, നമ്മുടെ മനസ്സ് തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സുഖത്തിനെയും തേടും, പിന്നെ കൃത്യമായിട്ട് ദുഃഖവും കിട്ടും. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കാൻ പഠിക്കാൻ പറ്റിയാൽ
വർഷങ്ങൾ എടുത്താൽ ചിലപ്പോൾ പഠിച്ചെന്നിരിക്കും. സുഖവും ദുഃഖവും നമ്മൾ വിചാരിക്കുന്നതെല്ലാം വെറും ബാഹ്യമാണ്. അത് പണമാവട്ടെ, അത് അംഗീകാരമാവട്ടെ, അധികാരമാവട്ടെ, പ്രശസ്തിയാവട്ടെ, നമ്മുടെ സൗന്ദര്യമാവട്ടെ, നമ്മുടെ അമിതമായ ആരോഗ്യമാവട്ടെ, എന്തും മറ്റുള്ളവരുടെ അംഗീകാരമാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയവും. മറ്റുള്ളവരുടെ അംഗീകാരം നമ്മൾ വലിയൊരു സുഖമായി കൊണ്ടു നടക്കുകയാണ്. മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കില്ലെങ്കിൽ നമുക്ക് വലിയ ദുഃഖമുണ്ടാവുന്നു. ഒരു കാര്യവുമില്ലാതെ നമ്മുടെ സുഖവും ദുഃഖവും നമ്മൾ മറ്റുള്ളവരുടെ കൺട്രോളിൽ കൊണ്ടു കൊടുക്കുകയാണ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും നിയന്ത്രണത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. നിങ്ങൾ അംഗീകരിച്ചാൽ ഞാൻ സന്തോഷിക്കും, നിങ്ങൾ ബഹുമാനിച്ചാൽ എനിക്ക് സന്തോഷം വരും, നിങ്ങൾ എന്നെ തൊഴുതാൽ എനിക്ക് സന്തോഷം വരും. മറ്റുള്ളവർക്ക് നമ്മുടെ സന്തോഷത്തിന്റെ കൂട്ടും താക്കോലും നമ്മൾ കൊണ്ടു കൊടുക്കുന്ന പരിപാടിയാണത്. മനസ്സിലാക്കുക, അതൊക്കെ വെറും താൽക്കാലികമാണ്. മറ്റുള്ളവർക്ക് തോന്നിയതുപോലെ അവർ ചെയ്യും. അപ്പോഴെല്ലാം നമ്മൾ സൂഹിക്കുകയും ദുഃഖിക്കേണ്ടിയും വരും. അത് രണ്ടും വെറും താൽക്കാലികമാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും സുഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളുടെ ജന്മത്തിനോടൊപ്പം, നമ്മൾ ജനിച്ചതിനോടൊപ്പം നമുക്ക് ലഭിച്ചതല്ലാതെ മറ്റൊന്നും ബാഹ്യമായിട്ടുള്ളതൊന്നും സ്ഥിരമായി നിലനിൽക്കില്ല. കഴിഞ്ഞ തവണ ഈ വിഷയം പറഞ്ഞതാണ്. നമ്മൾ ബാഹ്യമായ വസ്തുക്കളിൽ സുഖവും ദുഃഖമല്ല സുഖം കണ്ടെത്തുന്നു, പിന്നെ അത് ദുഃഖമായി മാറുന്നു. ബാഹ്യമായ വസ്തുക്കളെ നമ്മൾ സ്ഥിരമായി പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ തവണ വിശദമായി പറഞ്ഞ കാര്യമാണ്. അത് ബന്ധുക്കളാവട്ടെ, മക്കളാവട്ടെ, ഭർത്താവട്ടെ, ഭാര്യയാവട്ടെ, ലോകത്തെന്തും ആവട്ടെ, നേരത്തെ പറഞ്ഞ അധികാരം, പണം, എന്തും, അതെല്ലാം ബാഹ്യ വസ്തുക്കളാണ്, നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, നമ്മൾ അതിനെ സ്ഥിരമായി പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. നമ്മുടെ ആന്തരികമായിട്ടുള്ള സ്വഭാവങ്ങളല്ലാതെ മറ്റൊന്നും നമ്മളോടൊപ്പം എല്ലാ കാലവും നിലനിൽക്കില്ല. ഒരു ബന്ധുവും നിലനിൽക്കില്ല. മാതാവോ പിതാവോ സഹോദരനോ സഹോദരിയോ ഭാര്യയോ ഭർത്താവോ മക്കളോ ലോകത്തിലെ എത്ര സുഹൃത്തുക്കളോ ആരും നമ്മളോടൊപ്പം എല്ലാ കാലവും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കൂടെ ഉണ്ടാവില്ല. ഒരവസ്ഥയും ഉണ്ടാവില്ല. നമ്മൾ സുഖം എന്ന് പറയുന്ന ഒരവസ്ഥയും നമ്മളോടൊപ്പം സ്ഥിരമായി നിൽക്കില്ല. നമ്മൾ കഴിഞ്ഞ തവണ വ്യക്തമായി പറഞ്ഞതാണ്. അങ്ങനെ നമ്മളോടൊപ്പം സ്ഥിരമായി നിൽക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത അവസ്ഥകളെ നമ്മളോ കൂടെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിൽ ദുഃഖം അനുഭവിക്കാൻ നമ്മൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. അത് ദുഃഖത്തിൽ അവസാനിക്കുന്നു. എന്തുകൊണ്ട് സുഖം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നില്ല? ഈവൻ ദുഃഖം പോലും എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. നമ്മുടെ ദുഃഖം നമ്മൾ കുറെ നേരം ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു, കരയുന്നു, വളരെ വിഷമിക്കുന്നു. എന്നിട്ട് കുറെ കഴിയുമ്പോൾ ആ ദുഃഖവും പോയിട്ട് നമ്മൾ ഇരുന്ന് ചിരിക്കുന്ന കാണാം. ചിലപ്പോൾ മണിക്കൂർ, ചിലപ്പോൾ ദിവസം, 1, 2, 3 ദിവസം എടുക്കും മാക്സിമം. ആ ദുഃഖം മാറിയിട്ട് നമ്മൾ സുഖത്തിലോട്ട് വരും, അതായത് കുറച്ച് സമാധാനത്തിലോട്ട് വരും. ദുഃഖം നമ്മളെ കൂടെ നിൽക്കുന്നില്ല. ഉള്ള കാര്യം നമ്മൾ ദുഃഖിക്കുമ്പോഴെല്ലാം നമ്മളെ ഏറ്റവും വലിയ പ്രയാസം ഇത് എന്ന് അവസാനിക്കും എന്നുള്ളതാണ്. ഈ ലോകത്ത് നമ്മൾ ഇപ്പൊ ഇത്രയും കാലം ജീവിച്ചപ്പോൾ നമ്മൾ ഇത്രയും തവണ ഏതെല്ലാം കാര്യത്തിൽ വിഷമിച്ചു, ഏതെല്ലാം കാര്യത്തിൽ നമ്മൾ ദുഃഖം അനുഭവിച്ചു. ആ ഒരു ദുഃഖവും നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല. ഓർമ്മ പോലും നമുക്കില്ല. ദുഃഖങ്ങളുടെ ഓർമ്മ പോലും ഇല്ല. സുഖത്തിന്റെ ഓർമ്മയും വലുതായിട്ട് ഉണ്ടാവില്ല. വളരെ അപൂർവമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓർത്ത് വെക്കുന്നല്ലാതെ ഇതൊന്നും നമ്മളെ ഓർമ്മയിൽ നിൽക്കില്ല. എല്ലാം കൂടെ ഓർമ്മിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് ഭ്രാന്ത് പിടിച്ച് മരിക്കുമായിരുന്നു. അത് നമ്മുടെ ഒരു ഓർമ്മയുടെ ലെവലിൽ ഈശ്വരൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് മറവി. അതുകൊണ്ട് അതൊക്കെ മറക്കും. ദുഃഖവും പോവും, സുഖവും പോവും. ഇത് രണ്ടും നമ്മളെ കൂടെ എല്ലാ കാലവും കൂടെ ഉണ്ടാവാത്തതിന് കാരണം ശരിക്കും നല്ലൊരു പോയിന്റാണ്. അത് നമ്മളുടെ കൂടെ ജനിച്ചതല്ല, നമ്മുടെ സ്വഭാവമല്ല, നമ്മുടെ ആന്തരിക സ്വഭാവമല്ല, ബാഹ്യ സ്വഭാവമാണ് ഇത് രണ്ടും. ഇത് നമ്മൾ പുറമേ കണ്ടെത്തി പിടിക്കുന്നതാണ്, വളരെ കുഞ്ഞുനാൾ തൊട്ട് തുടങ്ങുന്നതാണ്. ഇത് രണ്ടും ബാഹ്യമായതുകൊണ്ട് ബാഹ്യമായതെല്ലാം നമ്മളെ നിന്നും വിട്ടുപോകും. അതുകൊണ്ട് നമ്മൾ വലിയ സുഖമൊക്കെ ഒപ്പിച്ച് വലിയ കാര്യമായിട്ടൊക്കെ വെച്ച് ചാരികശൈലിയിൽ സുഖിച്ചിരിക്കുമ്പോൾ ദുഃഖം വരും. നമ്മൾ ദുഃഖിച്ച് കരഞ്ഞു വിളിച്ച് നെഞ്ചിലടിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കി വളരെയധികം വിഷമിക്കുമ്പോൾ ആ ദുഃഖം നമ്മളിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ ഇറങ്ങിപ്പോയിട്ട് സുഖം വരും. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ നമ്മളെ പറ്റിക്കുന്നതാ. അവർക്ക് നമ്മളെ പോലെ തന്നെ ബോധമുണ്ടെന്നുള്ളതിന് തെളിവാണ്. വന്നിട്ട് അവരെ പണി നോക്കി പോകുന്നു.
നമ്മളാണെങ്കിൽ ഈ സുഖത്തിനോട് പറയുന്നത് നീ ഒരിക്കലും എന്നെ വേർപിരിഞ്ഞു പോകരുത് എന്നാണ്. ദുഃഖത്തിനോട് പറയുന്നത് എനിക്ക് നിന്നെ കാണണ്ട, എന്റെ അടുത്ത് ഒരിക്കലും വരരുതെന്നാണ്. നമ്മൾ പറഞ്ഞാലൊന്നും ഇവർ രണ്ടുപേരും ഇതുവരെ കേട്ടിട്ടില്ല, മരണം വരെ കേൾക്കാൻ പോകുന്നില്ല. അതിൽ നിന്നും പകരം നമ്മൾ ചെയ്യേണ്ടത് ഈശ്വരനാമം ജപിക്കുക, ഈശ്വരനെ വിളിക്കുക, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുക, സുഖദുഃഖങ്ങൾ വെറും കളിപ്പീരാണെന്ന് മനസ്സിലാക്കുക. അതാണ് ആകെ ഇതിനുള്ളൊരു പോംവഴി. സുഖദുഃഖങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കും. അതിൽ നമ്മൾ അമിതമായി സന്തോഷത്തിൽ ഏർപ്പെടാതിരിക്കുക, അമിതമായി സന്തോഷ വസ്തുക്കൾ ശേഖരിക്കാതിരിക്കുക, അമിതമായി സന്തോഷത്തിന്റെ പിന്നാലെ ഓടാതിരിക്കുക. മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ അവരുടെ കൂടെയൊക്കെ നമുക്ക് ജസ്റ്റ് ചേർന്ന് നിൽക്കാം, അവരുടെ കൂടെ അഴകാൽ അപ്പുറത്ത് മതിമറന്ന് ആടാതിരിക്കുക. അമിതമായിട്ട് സന്തോഷത്തിന്റെ പിന്നാലെ പോയി ജീവിതകാലം മുഴുവനും സന്തോഷം നിറയ്ക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ അതിന്റെ കൂടെയുള്ള ദുഃഖത്തിന്റെ അളവ് കുറയും എന്നുള്ള ഒരു ടെക്നിക്കാണ് ഇതിനുള്ളത്. ഇതല്ലാതെ മറ്റെല്ലാ ടെക്നിക്കുകളും പരാജയമാണ്. ഒന്ന്, നമുക്ക് പണത്തിന്റെ കുറവായതുകൊണ്ട് നമ്മൾ വിഷമം അനുഭവിക്കുന്നു, എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പണം ഉണ്ടാക്കി കളയാം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുന്നു. ഏതെങ്കിലും മെത്തേഡിലൂടെ നമ്മൾ പണം ഉണ്ടാക്കുന്നു. ചിലപ്പോൾ നമ്മൾ അതൊന്ന് വിജയിക്കുന്നു, പിന്നെ പണത്തിൽ നമ്മൾ ആറാടും. എന്നിട്ടെന്താ, വലിയ ലോക പ്രശസ്തനായ ചിലപ്പോൾ പണക്കാരനാവും. പക്ഷെ ആ ലോക പ്രശസ്തനായ പണക്കാരന്റെ മുഖം നോക്കിയാൽ നമ്മൾ കാണുന്ന പോലെയൊന്നും അവിടെ ഒന്നും കാണില്ല. അയാളുമായിട്ട് കൂടുതൽ അടുത്തൊക്കെ നമ്മൾ ജീവിച്ചു നോക്കണം. അപ്പോഴറിയാം നമുക്ക് പണം ഇല്ലാതിരുന്ന കാലത്ത് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിനേക്കാൾ വലിയ പ്രശ്നം ഈ പണക്കാരനുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഒരു വസ്തു, നമ്മുടെ സുഖമുണ്ടാക്കുന്ന ഒരു വസ്തു നമ്മൾ വലിയ പാടുപെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നത് നമ്മളെ സുഖിപ്പിക്കുന്നില്ല. അത് പണമാവട്ടെ, മറ്റെന്തും ആവട്ടെ, എത്രയോ തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അത് എന്തുമാവട്ടെ, നമുക്കത് കിട്ടിക്കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോൾ മനസ്സിലാവും അതിലൊരു കാര്യവുമില്ല. അതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും സുഖം നിലനിൽക്കില്ല എന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് നല്ലതാണ്. കാരണം പാഠങ്ങൾ പഠിക്കാമല്ലോ. അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഇത് രണ്ടും വന്നും പോയി നിൽക്കും. നമ്മൾ ഇവർക്ക് രണ്ടുപേർക്കും വലിയ ബഹുമാനമൊന്നും കൊടുക്കണ്ട, ഈ സുഖത്തിനും ദുഃഖത്തിനും. കാരണം ഇത് രണ്ടും നമ്മുടെ ആന്തരിക സ്വഭാവമല്ല. അതുകൊണ്ടല്ല നമ്മളോടൊപ്പം സ്ഥിരമായി നിൽക്കില്ല. ഒരിക്കലും നമുക്ക് സ്ഥിരമായി ദുഃഖത്തിൽ ഏർപ്പെടാൻ പറ്റില്ല എന്നുള്ളതിന് 100 ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് ദേഷ്യം വരുന്നത് ദുഃഖമാണ്. ദേഷ്യം വന്ന് നമ്മൾ അലറി വിളിച്ചു എല്ലാം കൂടെ വലിച്ചു വാരി എറിഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് ദുഃഖമാണ് നമ്മളെ. ദേഷ്യം വന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് നമ്മൾ കിതച്ച് ഭയങ്കരമായിട്ട് നമ്മുടെ ഹോർമോണൊക്കെ കൂടി നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ദേഷ്യം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ദേഷ്യം വരുന്നത് പോലും. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ച് വരുന്നതല്ലല്ലോ. അത് വന്ന് വളരെ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പക്ഷേ ക്രമേണ 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 നമ്മളിൽ നിന്നും അത് പോകുന്നത് കാണാം. ചില ആൾക്കാർക്ക് താമസിക്കും എന്നേ ഉള്ളൂ, അത് തിരിച്ചു പോകും ദുഃഖം. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ. ഇത് തന്നെയാണ് നമ്മുടെ സുഖത്തിന്റെ അവസ്ഥയും. സുഖം നമുക്ക് ഏത് തരം സുഖമായാലും അത് മിനിറ്റുകളോ അല്ലെങ്കിൽ മണിക്കൂറോ മറ്റുമൊക്കെ നിന്ന് ചിലപ്പോൾ ദിവസങ്ങൾ നിൽക്കുമെന്ന് വെച്ചോളൂ. നമ്മൾ വളരെ പാടുപെട്ട് പിടിച്ചു നിർത്തിയാൽ കുറച്ചു നേരം പുതിയൊരു ജോഡി ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊണ്ടും തേച്ച് ഓണത്തിനൊക്കെ ഇട്ടിട്ട് നമ്മൾ രാവിലെ കൊടുക്കുക, ഉച്ചയ്ക്ക് അതിനെ എറിയുന്നത് കാണാം. പിന്നെ ചിലപ്പോൾ ആ വർഷം തന്നെ അതിന് തിരിഞ്ഞു പോകാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ എങ്ങനെയെങ്കിലും ഒരു സുഖം അനുഭവിക്കാനായിട്ട് നമ്മൾ കിടന്ന് ഓടുന്നതാണ്. ഇതെല്ലാം നമ്മൾ മടുത്തൊടുവിൽ വലിച്ചെറിയുന്നു. എന്തെല്ലാം കാര്യങ്ങൾ, അത് ഉടുപ്പിന്റെ കാര്യം മാത്രമല്ല, ആഹാരത്തിന്റെ കാര്യമായാലും ബന്ധുത്വമായാലും എന്തായാലും സുഖവും നമ്മളെ മടുപ്പിക്കും. ഇത് രണ്ടും പുറമേ നിന്ന് വരുന്നതാണ്. അവർ വന്നിട്ട് നമ്മളെ മുഷിപ്പിച്ചിട്ട്, സുഖം നമ്മളെ മുഷിപ്പിച്ചിട്ട് പോകും, ദുഃഖമാണെങ്കിൽ പരമാവധി നമ്മളെ പീഡിപ്പിച്ചിട്ട് പോകും, തിരിച്ചു പോകും.